വചനസാരം വചനസാരം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രാജ്ഞിത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിചൂടപ്പെട്ടുവെന്നുമാണ്. പരിശുദ്ധ മറിയത്തെ ഇതിനൊക്കെ യോഗ്യയാക്കിയത് ഒരു ഒറ്റ വാചകമാണ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വാചകം. ഗബ്രിയേൽ മാലാഖ വന്ന് മംഗളവാർത്ത പരിശുദ്ധ മറിയത്തെ അറിയിക്കുമ്പോൾ മറിയത്തിന് അത് ഒരിക്കലും മംഗളവാർത്ത ആയിരുന്നില്ല. അതുമാത്രമല്ല, ദൂതൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയയും മറിയത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം മറിയത്തിന് അറിയാമായിരുന്നു, ഇവിടെ ഞാൻ ഇപ്പോൾ യെസ് പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഒരിക്കലും സ്മൂത്ത് ആയിരിക്കില്ല എന്ന്. കുറേ കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിക്കേണ്ടി വരും, ഞാൻ കുറെ സങ്കടപ്പെടേണ്ടി വരും. എന്നിട്ടും മറിയം യെസ് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മുൻകൂട്ടലുകൾക്കും നമ്മുടെ പ്ലാനുകൾക്കുമൊക്കെ അപ്പുറം ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പ്രത്യക്ഷത്തിൽ അത് അത്ര നന്നായി അല്ലെങ്കിൽ അതൊരു നല്ല പദ്ധതിയായി നമുക്ക് തോന്നാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കാറുമില്ല, നമ്മുടെ ചെറിയ പ്ലാനുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ ഒരു ഘട്ടത്തിലാണ് പരിശുദ്ധ മറിയം നമുക്ക് മാതൃകയാവുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ പദ്ധതികൾക്കും അപ്പുറം ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിയുവാനും ആ ദൈവഹിതം നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.